ഹലോ നമസ്കാരം. 21 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ ഡേ നമ്പർ 6 ആറാമത്തെ ദിവസത്തേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബ്രെയിൻ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല കഥകളും ഇല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ ബ്രെയിൻ കാണിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അങ്ങോട്ടിന് കോൺഷ്യസ്ലി ബ്രെയിനെ നമ്മൾ ട്രിക്ക് ചെയ്യാൻ പോവാണ്. രണ്ട് സ്റ്റഡി പറയുന്നുണ്ട്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ 2 വിഭാഗം കുട്ടികൾ പിയാനോ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ എടുത്തു. അതിൽ ഒരു വിഭാഗം കുട്ടികൾ എല്ലാ ദിവസവും അവർക്ക് പിയാനോ പ്രാക്ടീസ് കൊടുത്തു. ഇപ്പുറത്തെ വിഭാഗം ആളുകൾക്ക് പിയാനോയ്ക്ക് പകരം അവർ വിഷ്വൽ ട്രെയിനിങ്സ് കൊടുത്തുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് വിഭാഗം കുട്ടികളുടെയും റിസൾട്ട് ഓൾമോസ്റ്റ് സെയിം. ഒറ്റ പോയിന്റ് ഇതിന്ന് പറയാനുള്ളത് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ ഈസ് ഇൻ ജസ്റ്റ് എ ഫാൻറ്റസി. അതൊരു ഫാൻറ്റസി അല്ല, ഇറ്റ്സ് ദ ന്യൂറൽ ട്രെയിനിങ് ഫോർ യുവർ ഫ്യൂച്ചർ റിയാലിറ്റി. നമ്മുടെ ഫ്യൂച്ചർ റിയാലിറ്റിക്കുള്ള ന്യൂറൽ ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ന്യൂറൽ പെർഫോമൻസ് ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യാന്നുള്ളതാണ്. എത്രമാത്രം ശക്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമ്മുടെ ഉള്ളിൽ അതനുസരിച്ച് ചേഞ്ച് വരികയും നമ്മൾ യൂണിവേഴ്സിൽ കണക്ട് ആവുകയും ചെയ്യുന്ന പറയാം. അപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് കണ്ണുകളടയ്ക്കുക. കണ്ണുകളടച്ചതിന് ശേഷം ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫോക്കസിലേക്ക് വരിക. 2, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രീം, ആ ഡ്രീം അച്ചീവ് ചെയ്ത് ആ ദിവസത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. 3, എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവേണ്ടത്, ആ സമയത്ത് എന്ത് സാധനമാണ് വേണ്ടത്, അത് ഉണ്ടാവുന്നുണ്ടോ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അത് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. യു ഹാവ് ടു ഫേക്ക് ഇറ്റ്. ഇഫ് യു ക്യാൻ ഫേക്ക് ഇറ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് എന്ന് പറയാം. ഈ 3 കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വിഷ്വലൈസേഷൻ പവർഫുൾ ആകുമ്പോൾ നിങ്ങളുടെ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയും നമ്മുടെ ബ്രെയിനിൽ, ആ ഓക്സിപിറ്റൽ ലോബ് ചാർജ് ആവുകയും ഡോപ്പമിൻ റഷ് ഉണ്ടാവുകയും ചെയ്യുന്ന പറയാം. അപ്പോൾ ബ്രെയിൻ ആ സാധനം അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങും. അങ്ങനെ ബ്രെയിൻ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ ബ്രെയിൻ തന്നെ നിങ്ങളുടെ ഓരോ ദിവസവും മടിയില്ലാതെ ക്ഷീണമില്ലാതെ എന്താണ് നമ്മൾ ആഗ്രഹിച്ച സാധനം അതിനുവേണ്ടി കൂടുതൽ പഠിക്കാൻ തയ്യാറാക്കാൻ ബ്രെയിൻ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതനുസരിച്ച് കൂടുതൽ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പറയാം. അപ്പോൾ വിഷ്വലൈസേഷൻ ഒരു സൂപ്പർ എക്സസൈസ് ആണ്. ഇന്ന് മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ റെസിസ്റ്റൻസ് വരും. എന്താ ചെയ്യേണ്ടത്, തടഞ്ഞു നിർത്താനുള്ള കുറേ സാധനങ്ങൾ ബ്രെയിൻ തന്നെ കണ്ടുപിടിക്കുന്നുണ്ടാവും. അതെങ്ങനെ മാറ്റാമെന്ന് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ കൂടെ നിൽക്കുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കട്ടയ്ക്ക് നിന്നോളൂ. ജീവിതം നമുക്ക് മൊത്തത്തിൽ മാറ്റി പറയാം. വീണ്ടും കാണാം. ബൈ.